ഹലോ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം, കുറേ പേരിങ്ങനെ ഡെസ്പായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ PSC ഇങ്ങനെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രീതിക്ക് പഠിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അടുത്ത രീതിയാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായവും കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ PSCയുടെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആക്കാൻ പോകുന്നു. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ, അത് എന്ന് മുതൽ വരും, നമ്മൾ പഠന രീതി മാറ്റണോ, അങ്ങനെ ഒക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, PSC ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നാളെ തന്നെ നടപ്പിലാക്കത്തില്ല. എന്തായാലും നമ്മൾ ഈ 2 ഘട്ട പരീക്ഷ ആക്കുന്നു എന്നത് PSC ഒരു 5-6 വർഷം മുന്നേ പറഞ്ഞ കാര്യമാണ്. ഏകദേശം 2017 ആ സമയത്തൊക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ നടപ്പിൽ വരുത്തിയത് എപ്പോഴാണ്? 2021 അപ്പോൾ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആക്കാൻ പോകുന്നു എന്നുള്ളതും 2018 പറഞ്ഞതാണ്. 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ വരാൻ പോയപ്പോഴും ഇതുപോലെ 2 ഘട്ടമാക്കും, ഡിസ്ക്രിപ്റ്റീവ് ആക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൺഫ്യൂഷൻ അടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നു, ആ പരീക്ഷയും ഇതുപോലെ 2 ഘട്ടമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഉറച്ചു പറഞ്ഞേക്കുക, വിവരണാത്മകം ആക്കും, 2 ഘട്ടമാക്കും, അല്ലെങ്കിൽ 2 ഘട്ടം ഇപ്പോൾ നിലവിൽ വന്നു, വിവരണാത്മകം ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി അതായിരിക്കുമോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണോ പഠിക്കുന്നത് ആ രീതിയിൽ തന്നെ പഠിക്കാം. അപ്പോൾ PSC ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കിയത് എങ്ങനത്തെ ചോദ്യങ്ങളാണ്? നമ്മൾ പണ്ട് കാലത്ത് 1 വേർഡായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന പോർഷൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിച്ച് അതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ആക്കിയേക്കുന്നത്. ഉദാഹരണം, കേരളത്തിലെ പ്രക്ഷോഭം നമ്മളൊരു ഇയർ കയ്യൂർ സമരത്തിൻ്റെ വർഷം പഠിച്ചാൽ ഇപ്പോൾ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ ആ പ്രസ്താവനകൾ നേരത്തെ മുൻവർഷ ചോദ്യമായിട്ട് ഇങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ അങ്ങനെ വേണം പഠനരീതിക്ക് മാറ്റം വരാൻ. അല്ലാതെ ഇങ്ങനെ കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നു ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ പഠിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ടോപ്പിക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു റിവോൾട്ടിനെ പറ്റി ചോദിച്ചു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ, അതായത് മുന്നേ 1 വേർഡായിട്ട് പഠിച്ചിരുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ അത് തന്നെയല്ലേ ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ RBI ഫോം ചെയ്തത് എന്നാണ്, RBIയുടെ ആസ്ഥാനം എന്നാണ് ചോദിച്ചിരുന്ന സമയത്ത് താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി വേണം. പിന്നെ PSCയുടെ റീസെൻ്റ് ആയിട്ട് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കണം, അതിൽ വന്ന പോർഷൻസ് നോക്കണം. അങ്ങനെ വേണം നമ്മുടെ പഠനം മാറ്റാൻ, പഠനത്തിൻ്റെ രീതി മാറ്റാൻ. അതുപോലെ ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എത്ര പേർക്ക് ഇപ്പോൾ അഡ്വൈസ് പോയി? ഇപ്പോൾ LDC, LGS അഡ്വൈസ് പോയി തുടങ്ങി, എത്ര ലിസ്റ്റുകൾ വരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും ഈ നെഗറ്റീവ് ഉണ്ട്. PSC ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. PSC എന്ന് പരീക്ഷ നടത്താൻ തുടങ്ങിയോ അന്ന് മുതലേ ഉള്ളതാണ്, ഒരുപാട് പഠിക്കാനില്ലേ, പഠിച്ചാൽ കിട്ടുമോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല. ചിന്തിച്ചത് പ്രാവർത്തികമാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കാര്യമായാലും ഞാൻ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടും എന്നാണ് ഈ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും. 2 മാസമാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ, 2 മാസത്തിനുള്ളിൽ തന്നെ അഡ്വൈസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അല്ലാതെ നമ്മളും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? ഈ കയറുന്ന ആൾക്കാരൊക്കെ എങ്ങനെ പഠിച്ചതാ? അവരൊക്കെ എങ്ങനെ കയറിയതാ? അതൊക്കെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് PSC നടത്തുന്നത് അല്ലാതെ എല്ലാവരെയും പിൻവാതിൽ നിയമനമാണോ? അല്ല, പരീക്ഷ ജയിച്ച് കിട്ടുന്ന ആൾക്കാർ തന്നെയാണ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഓരോരോ ലിസ്റ്റിൽ വന്ന് തുടങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ പറയുന്നവർക്ക് വെറുതെ ഇരുന്ന് പറയാം, അങ്ങനെയല്ലേ? അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തയിലേക്ക് പരമാവധി പോകണ്ട. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാവുന്നതേ ഉള്ളൂ. SCERT പാഠഭാഗവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കാം. ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് അടക്കം പഠിക്കണം. അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നേരത്തെ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു 100 ക്വസ്റ്റ്യൻ പഠിച്ചു, അങ്ങനെയല്ല. ഓരോ ക്വസ്റ്റ്യനും പരമാവധി റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്തി തന്നെ പഠിക്കണം.
ഇപ്പോൾ അടുത്ത LDCക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇനി ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. ഇപ്പോൾ നടന്ന ഓരോ ഘട്ടങ്ങളിലും അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ 3ാം ഘട്ടം പരീക്ഷ ഉള്ളവർക്ക് ആദ്യ 2 ഘട്ടങ്ങളിലെ പരീക്ഷ നിങ്ങളുടെ മാതൃകയാണ്. ആ രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ PSC ഒരുമിച്ചായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കൊരു മാതൃക തന്നേക്കുമല്ലേ. എല്ലാ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ. ഇങ്ങനെ പണ്ടൊക്കെ LDC, ഇപ്പോൾ 2017 നടന്ന LDC പല ജില്ലകളിൽ പല ഡേറ്റിനായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒറ്റ ഡേറ്റ് നടന്നു, മറ്റേതൊക്കെ പല ജില്ലകളിൽ പല ഡേറ്റ് ആയിരുന്നു. അപ്പോൾ 5ഉം 6ഉം പരീക്ഷയായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓരോ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ട് പോകുന്നവർക്ക് വളരെ ഈസിയാണ്. പക്ഷേ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ എല്ലാ എക്സാമിനും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ പ്രിലിംസ് ആയാലും 6 ഘട്ടങ്ങളിൽ പ്രിലിംസ് നടന്നു. അപ്പോൾ ഈ 6 ഘട്ടങ്ങളിലും പഠിക്കുന്നവർക്ക്, അതായത് 5 ഘട്ടങ്ങളിലും പഠിച്ചു പോകുന്നവർക്ക് 6ാം ഘട്ടം എളുപ്പമായിരിക്കും. 1ാം ഘട്ട ആൾക്കാരായിരിക്കും എപ്പോഴും പെട്ടുപോകുന്നത്. ഇപ്പോൾ 2ാം ഘട്ടം 1ാം ഘട്ടം പഠിച്ചാൽ മതി. അങ്ങനെയാണ് എപ്പോഴും പഠിച്ചിരുന്നത്. എന്തെങ്കിലുമൊക്കെ ട്രിക്ക് നമ്മൾ പ്രയോഗിക്കാം, നമ്മൾ മനസ്സിലാക്കാം. PSCയുടെ പൾസ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല. നമ്മൾ മലമറിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ പഠിക്കുക, ജോലി കിട്ടിയിരിക്കും. പിന്നെ ആരും എന്ത് പറയുന്നു, അയ്യോ അവർ പറയുന്നു ഇവർ പറയുന്നു എന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞാൽ മതി, അക്കൗണ്ട് നമ്പർ തരാം, പൈസ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. കാരണം പൈസയൊന്നും ഇല്ല, ശരിയാ, ജോലിയൊന്നും ആയില്ല, അപ്പം എൻ്റെ അക്കൗണ്ട് നമ്പർ തരാം, അത്രയ്ക്ക് വിഷമമാണെങ്കിൽ പൈസ അയച്ചു തരാമെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട, ജോലി കിട്ടും, സമാധാനത്തിൽ പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് നാളെ ഒന്നും വരത്തില്ല, ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് കൂളായിട്ട് തന്നെ ഏത് രീതിയിലാണോ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം. ഇത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മാക്സിമം വീഡിയോസ് പ്രയോജനപ്പെടുത്താം. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും PSCയെ പറ്റി ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരാം. ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയ SCERT 5 മുതൽ 10 വരെയുള്ള സയൻസ് ചാപ്റ്റർ വൈസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ന്യൂ പാറ്റേൺ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ചാപ്റ്ററിലെ എല്ലാ ചാപ്റ്ററിലെയും ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ന്യൂ പാറ്റേൺ രീതിയിൽ പ്രിപ്പയർ ചെയ്ത പുസ്തകമുണ്ട്. പുസ്തകം വാങ്ങി ഉപയോഗിച്ച് നല്ല റിവ്യൂസാണ് പറഞ്ഞത്. ഒരുപാട് സന്തോഷം. അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് കയറി കാണുക. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്ക് നല്ലത് ചിന്തിച്ചാൽ നല്ലത് തന്നെ വരും. അപ്പോൾ നന്നായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ജോലി കിട്ടും. ഓക്കെ. നന്മയുള്ളവർക്കെല്ലാം എന്നും നന്മ തന്നെ വരും. വേറെ നെഗറ്റീവിലേക്ക് പോകില്ലേ, ആരെയും പോയി ഇങ്ങനെ കുറ്റം പറയാനോ, അവർക്ക് കിട്ടിയില്ലല്ലോ ഇവർക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയൊന്നും പോയി കുറ്റം പറയാനോ ഒന്നും പോകണ്ട. നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അല്ലാതെ അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു, അതൊന്നും നമ്മൾ വിഷയമാക്കേണ്ട കാര്യമില്ല. നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക, വേറെ ആർക്കും വേണ്ടി വർക്ക് ചെയ്യേണ്ട. നമുക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. 101% എത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റും അത്രയും പെർസെൻറ്റേജ് കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ജോലി കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു സിസ്റ്റർ പറയുന്ന പോലെ കണക്കാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാ രീതിയിലും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്താണ് ഓരോ നോട്ടും ക്ലാസ്സും എല്ലാം ചെയ്യുന്നത്. അത്രയും എഫേർട്ട് തന്നെ നിങ്ങളെ ജോലിക്ക് കയറ്റാനും എൻ്റെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുക കമൻറ്റിൽ. ഓക്കെ. വീഡിയോസൊക്കെ കാണാം. അപ്പോൾ വീണ്ടും കാണാം. ബായ്.